ഹായ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് പാൽക്കപ്പയും മീൻകറിയാണ്. അപ്പോൾ നന്നായിട്ട് കപ്പയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ, പിന്നെ നമുക്ക് മീൻകറിക്കായിട്ടുള്ള മീനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇല്ല, പല തിരക്കുകൾക്കിടയിലും. അപ്പം ഞാൻ ജോലിക്ക് പോണു, അമ്മയ്ക്കും തിരക്കുണ്ട്, അപ്പോൾ നമുക്ക് വീഡിയോസ് ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറ്റണത് പോലെ ഇടാന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ഉണ്ടായിരുന്നു. ഷോർട്സ് ഉണ്ട്, ലോങ് വീഡിയോ ഇല്ലായിരുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾക്കായിട്ട് കാണിക്കാം. അപ്പം ഞങ്ങളിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ അത്ര വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്തൊരു കപ്പ. അപ്പം നമ്മുടെ കപ്പ കാണിച്ചു തരാം. നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കാണ്. തേങ്ങാപ്പാൽ ഇവിടെ ഉണ്ട്. ചതച്ച ഉള്ളി അല്ലേ, ചതച്ച ഉള്ളി ഉണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അതിൽ നിന്ന് എല്ലാം കുറച്ച് മതി, ബാക്കി മീനിനെടുക്കാനുള്ള. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. പറ്റൽമുളക് വേണമെങ്കിൽ മുറിച്ചിടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പച്ചമുളക് 2 കീറി ഇട്ടാലും മതി. അപ്പം നമുക്കിനി ചതച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി. അത് മതി, കപ്പ കുറച്ചേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പയും ചേർത്ത് തേങ്ങാപ്പാലും കൂട്ടി നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ടുണ്ട്, പൊടി പോലെ ആക്കി. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നവിടെ ഇളക്കി അത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. തേങ്ങാപ്പാലും കപ്പയും കൂടെ നന്നായിട്ട് തിളച്ച് മിക്സ് ആകുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങാപ്പാലിലുണ്ടാക്കുന്ന പാൽക്കപ്പ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഇത് കുറച്ച് ചൂടാറുമ്പോഴത്തേക്കും കുറേ കൂടെ വറ്റും, കുറുകി വരും. അപ്പോൾ നമുക്കിപ്പോൾ കഴിക്കുമല്ല, നമുക്ക് മീൻ കറിയും കൂടി വെക്കാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതും കൂടി കാണിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക് അമ്മ എനിക്കിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, മുന്നേ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മളെ വീഡിയോസിലൊക്കെ, യൂട്യൂബിലല്ലാതെ വേറെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ തോന്നിയിട്ടുണ്ട്. മഴയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് കഴിക്കാൻ തോന്നും. നല്ല മഴ, ഇത്ര നേരം നല്ല മഴയായിരുന്നു. മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. മഴ കാരണമാണ് നമ്മൾ കറിവേപ്പില എടുക്കാൻ പോകാതിരുന്നത്. അപ്പോൾ കറിവേപ്പില ഇടാത്തതിൻ്റെ ഒരു കുറവ് നമ്മുടെ പാൽക്കപ്പയ്ക്കകത്ത് കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ മീനിനകത്തും ഇന്ന് കറിവേപ്പില ഇടുന്നില്ല. പിന്നെ നമുക്ക് മീൻ കറി വെച്ചിട്ട് നോക്കാം. പിന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിള് മീൻ കറിയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ചതച്ചിട്ടുള്ളതാണ്. അപ്പോൾ കടുക് ചേർത്ത് നമുക്ക് ഉള്ളി ചേർക്കാം. ഇനി നമുക്ക് മുളക് പൊടി. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളക്കുകയും ചെയ്ത് കടുകും പൊട്ടി. പിന്നെ നമുക്ക് ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. അത് നന്നായിട്ടൊന്ന് വാഴച്ച് എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ചതച്ച് വെച്ച ഉള്ളി.
അപ്പം അതിന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനായി അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിട്ട് കേട്ടോ. ഒന്ന് വാടി വരുമ്പോൾ അല്പം ഇത് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി വാട്ടി കൊടുക്കണം. അനിയൻ്റെ വീട്ടിൽ വെക്കുന്ന പോലെയല്ല, ഇവിടെ വന്നപ്പോഴത്തേനും കംപ്ലീറ്റ് മാറി ഇവിടുത്തെ രീതി. ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് അനിയൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ ആയിരിക്കും അനി ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ. നമ്മുടെ ഇവിടുത്തെ രീതി ഒന്ന് വേറെ, അവിടെ വേറെ. എല്ലാവരും പറയുന്നത് കേൾക്കാമല്ലോ, കോട്ടയം സ്റ്റൈലിൽ മീൻകറി വെക്കണം, കണ്ണൂർ സ്റ്റൈലിൽ മീൻകറി വെക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം സ്റ്റൈൽ എന്നൊക്കെ പറയും. നമ്മുടെ ഇടുക്കി സ്റ്റൈൽ പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഇടുക്കിയിൽ മിക്സഡാണ് കേട്ടോ. കാരണം ഹൈ റേഞ്ചിലേക്ക് എല്ലാ നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും അവരവരുടേതായ ഒരു ശൈലിയായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിന് വെക്കും. പ്രത്യേകിച്ച് ഒരു സ്റ്റൈലില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തു. അപ്പോൾ നിങ്ങൾക്കായിട്ട് കാണാൻ വേണ്ടി സൈഡിൽ ചേർത്തു എന്നുള്ളൂ. അപ്പോൾ ഇതും കൂടി ഒന്നുകൂടെ വഴറ്റണം. വന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് സെറ്റായിട്ട് വേണം മുളക് പൊടിയും കൂടെ ചേർക്കാൻ. മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ള അല്പം കായപ്പൊടി ചേർക്കണം. ഉരുവ പൊടിച്ച് ചേർക്കുന്നതിന് പകരം നമ്മൾ ഉരുവായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, അത് മതി. കൂടുതലായ കഴിക്കും, കയ്പ്പ് രസം വരും. നമ്മുടെ മീനിന്ന് ചൂരയില്ല, കേര. രാവിലെ നമ്മൾ വറുത്ത് കുറച്ച് രാവിലെ നമ്മൾ കുറച്ച് വറുത്തായിരുന്നു. ബാക്കി ഇപ്പം വൈകിട്ടാണ് കറി വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ എല്ലാവർക്കും പോകേണ്ടതായതുകൊണ്ട് തിരക്കായതുകൊണ്ട് കറി വൈകിട്ടത്തേക്ക് വെച്ചു. അപ്പോഴാണ് ഒരു ചിന്ത വന്നത്, എന്നാൽ പാൽക്കപ്പയും മീൻകറി ആയാലോ എന്ന്. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ, ഈ സ്പൂണിൻ്റെ പാകത്തിന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. ഇത് എരിവുള്ള പൊടിയാണ്, എരിവില്ലാത്ത കാശ്മീരി അല്ല, സാധാ മുളക് പൊടിയാട്ടോ. മതിയാവും. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത എണ്ണ തെളിഞ്ഞ് വരണം. പച്ചമണമൊക്കെ പാറി എണ്ണ തെളിഞ്ഞ് വരണം. കറിവേപ്പിലയുടെ ഒരു കുറവ് ഇതിലും കാണാനുണ്ട്. നമ്മുടെ രാത്രി ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടും കറിവേപ്പില എടുത്തില്ല ഞങ്ങൾ. ഇല്ലേ നമുക്ക് സെറ്റാക്കായിരുന്നു. അപ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കഴുകി വെള്ളത്തിലിട്ടിരുന്ന പുളിയാണ്. ഇനി അതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടി നന്നായിട്ട് വെള്ളവും കൂടെ ആവശ്യത്തിന് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ മീനിടാൻ പോകുന്നത്. അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി തിളച്ച് വരട്ടെ. ഫുള്ളായിട്ട് ഫ്ലെയിം വെച്ച് ഇനി മൂടി വയ്ക്കാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന മീൻ കഷ്ണം ഇത് നമുക്ക് കറിക്കായിട്ട് എടുക്കും. ഇത് വറക്കാനായിട്ട് എടുക്കണം. പിന്നെ മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെയാണ് വീഡിയോസൊക്കെ ഇടുന്നത്. അത് നമ്മൾ തിരക്കാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ലെന്നൊന്നും. അമ്മ തന്നെ ഷോർട്സ് ഇടുന്നു, ഞാൻ വരുന്നേ ഇല്ല.
നമുക്ക് നന്നായിട്ട് അരപ്പിനകത്തേക്ക് കഷ്ണങ്ങൾ താത്തി വെച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് ഇനി ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ച് നന്നായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കപ്പയും കൂട്ടി കഴിക്കാം. അപ്പം എന്നിട്ട് പാൽക്കപ്പയും മീൻ കറിയും. തേങ്ങ ഇതിനകത്ത് ചേർത്തിട്ടേ ഇല്ല. ഇതുകൂട്ട് മീൻ നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ച് മല്ലിയും മുളകും തേങ്ങയും കൂടെ വറുത്തിട്ട് നല്ല ഭംഗിയായിട്ട്, അതായത് തീയലിന് അരയ്ക്കും പോലെ അരച്ചിട്ട് ഈ മീൻ കറി വെക്കും. മുരിങ്ങക്കായും തക്കാളിയൊക്കെ ചേർത്ത്, പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് ഫിഷ് മസാലയും ചേർത്ത് വെക്കും. പിന്നെ സാധാ ഇപ്പോൾ വെക്കും പോലെ വെക്കും. അങ്ങനെ നമ്മുടെ സമയം നന്നായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളുണ്ടാക്കും. സമയക്കുറവാണെങ്കിൽ ഇങ്ങനെയും ചെയ്യും. പെട്ടെന്നുള്ള കറിയാണ് ഇത്. അപ്പം അധികം ഡെക്കറേഷനൊന്നുമില്ല. ഇപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവട്ടെ. അപ്പം അത് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ അപ്പം നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കളറൊക്കെ വന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചിട്ട് മൂടി വയ്ക്കണം. തീ ഓഫ് ചെയ്ത് എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് എടുക്കട്ടെ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിരിക്കും. മതിയാവും. കൈ പൊള്ളിക്കരുത്. തീ ഓഫ് ചെയ്താവും. ഇനി മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. കപ്പ നന്നായിട്ട് ഉറച്ചു. ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റി വെക്കണം. മീനിനെ അതും കൂടി അങ്ങ് കിട്ടും. രാവിലെ വറുത്ത ഒരു കഷ്ണം മീനുണ്ട്, അതും കൂടെ നമുക്ക് ഇട്ടെടുക്കാം. ആ മുളക് കിട്ടും. കുഴപ്പമില്ല. ഇനി ഒന്ന് ചൂടായി, നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം ഇതിനെ കോരി മാറ്റി വെക്കണം. ഒന്നും കൂടെ. അപ്പം മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. എണ്ണയൊക്കെ ഒന്ന് മാറട്ടെ. പിന്നെ നമുക്ക് കഴിക്കാം. ഇങ്ങനെ താഴെ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് അത് കോരിയെടുത്താൽ മതി. അങ്ങനെ കോരിയെടുത്തോ. മേത്തേക്കങ്ങ് എണ്ണ തെറിക്കരുത് കേട്ടോ. നല്ല ചോറുണ്ട്, തിളച്ചെടുക്കണല്ലേ. മഴ പെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ഇതേ പാൽക്കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ രാത്രിയിലെ ചോറും കൂടി. അപ്പം അതിൻ്റെ കൂടെ ഇന്ന് മുട്ട വറുത്തതുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, പയറ് തോരനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് പാൽക്കപ്പയുടെ ടേസ്റ്റ്? ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. കൊള്ളാം, സൂപ്പർ. എന്നാൽ പിന്നെ വൈൻഡപ്പ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു ദിവസം വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.